അവൻ നിൽക്കുമേ, ഒടുവിലെ പക്ഷത്തു ചേർന്നിടുമേ, പറ്റിച്ചേർന്ന് അവൻ നിൽക്കുമേ. പ്രിയ വന്ദനവും അറിയിക്കുന്നു. പ്രിയരെ, നമുക്ക് ഒരുമിച്ച് അങ്ങയുടെ കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ സർവശക്തനായ ദൈവം ഒരു അവസരം കൂടെ ഒരുക്കിയല്ലോ. എത്രയോ ആമേൻ വ്യക്തികൾ, നമ്മേക്കാൾ ശ്രേഷ്ഠന്മാർ, നമ്മേക്കാൾ കഴിവുള്ളവർ, നമ്മേക്കാൾ ഭംഗിയുള്ളവർ, ആമേൻ നമ്മുടെ സമപ്രായക്കാരിൽ പലരും ഈ പ്രഭാതം കാണാതെ ഭൂപരപ്പിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ, ഞൊടിയിടയിൽ വന്ന പ്രശ്നങ്ങളിലും അപകടങ്ങളിലും പെട്ട് ആമേ തകർന്നു വീണപ്പോൾ നമ്മെ ദൈവം സൂക്ഷിച്ചല്ലോ. കർത്താവിൻ്റെ ചിറകിൻ്റെ മറവിൽ നമ്മെ മറച്ചല്ലോ. അതോർത്ത് കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാൻ വകയുണ്ട്. ഇന്ന് പകലിൽ ആമേൻ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നു. അവർ എന്നോട് യഹോവയുടെ വചനം ആമേൻ എവിടെ, അത് വരട്ടെ എന്ന് പറഞ്ഞു. സ്തോത്രം. 15-ാം വാക്യം ഒന്നുകൂടെ വായിക്കുന്നു. അവർ എന്നോട് യഹോവയുടെ വചനം ഇവിടെ, അത് വരട്ടെ എന്ന് പറഞ്ഞു. സ്തോത്രം. നമുക്കറിയാം, ഇതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പാപം നിമിത്തം യഹൂദന്മാരുടെ അടിമത്വം. സ്തോത്രം. എന്നാൽ 5-ാമത്തെ വാക്യം മുതൽ നമ്മൾ ചിന്തിക്കുമ്പോൾ മനുഷ്യനോടുള്ള ആശ്രയം ശപിക്കപ്പെടുന്നത്. സ്തോത്രം. 7-ാമത്തെ വാക്യം മുതൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെടുന്നത് ആകുന്നു എന്ന് നമ്മൾ കാണുന്നു. 9-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ വഞ്ചനയ്ക്കുള്ള ഹൃദയത്തിന് ദൈവത്തെ വഞ്ചിപ്പാൻ കഴിയില്ല എന്ന് നമുക്കവിടെ കാണാൻ കഴിയുന്നു. എന്നാൽ 12-ാമത്തെ വാക്യം മുതൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ രക്ഷയെക്കുറിച്ച് നമുക്കവിടെ കാണാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ രക്ഷ ഇന്ന് പകലിൽ തന്നെ കാത്തിരിക്കുന്ന ജനത്തിന് നൽകാൻ ദൈവം സർവശക്തനാണ്. എന്നാൽ ഈ 17-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 9-ാമത്തെ വാക്യവും 10-ാമത്തെ വാക്യവും 13-ാമത്തെ വാക്യവും 14-ാമത്തെ വാക്യമൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ വ്യത്യസ്തമായ തലങ്ങളിൽ കൂടെ യഹൂദന്മാരുടെ ഹൃദയങ്ങളെ അറിഞ്ഞ് ദൈവം അവരെ വിടുവിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ അവരുടെ ഹൃദയവേദനകളെ അറിയുന്ന, അല്ലെങ്കിൽ അവരുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അവർക്ക് പലപ്പോഴും അറിയാതെ അവർ പോകുന്നു. എന്നാൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന മുഴുവൻ ജനത്തോടും ദൈവത്തിനിന്ന് പകൽക്കാലം പറയാനുള്ളത്, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. ഹൃദയം ഏറ്റവും നിഗളവും കപടവും വിഷവുമുള്ളത്, അത് ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, അറിഞ്ഞിരിക്കാത്തവൻ ആർ. സ്തോത്രം. അപ്പോൾ ഈ ഹൃദയത്തെക്കുറിച്ച് ഒരു ഭയങ്കര ഒരു പഠനം തന്നെ നമുക്കുണ്ട്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ഇത് യഹൂദന്മാർക്ക് കൊടുക്കുന്ന ഒരു ആലോചനയാണ്. സ്തോത്രം. അവർ പലപ്പോഴും ദൈവത്തെ വിട്ട് അവർ അന്യ വിഗ്രഹങ്ങളെ ആരാധിച്ച് അന്യദൈവന്മാരുടെ പിന്നാലെ പോയി ദൈവത്തിൻ്റെ രക്ഷയെ അവർ ഗണ്യമാക്കി കളഞ്ഞു. സ്തോത്രം. അതിനെ മുറുകെ പിടിക്കാതെ അവർ അതിനെ തള്ളിക്കളഞ്ഞ് മുമ്പിലോട്ട് പോകുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ 15-ാം വാക്യം പറയുന്നു, അവർ എന്നോട് യഹോവയുടെ വചനം ഇവിടെ, സ്തോത്രം, അത് വരട്ടെ എന്ന് പറഞ്ഞു. സ്തോത്രം. നോക്കി എന്നൊരു പറയുകയാണ്. എവിടെ? ദൈവത്തിൻ്റെ വചനം എവിടെ? ഇന്നങ്ങനെ ചോദിക്കുന്നത്. കഷ്ടത വരുമ്പോൾ, വേദന വരുമ്പോൾ പറഞ്ഞ ദൂതെവിടെ, പറഞ്ഞ അരുളപ്പാട് എവിടെ എന്നൊക്കെ മനുഷ്യൻ ചോദിക്കാറില്ലേ? ഇതൊക്കെ അവരെ കൊണ്ട് ശത്രു പറയിക്കുകയാണ്. എന്നാൽ ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെ ദൈവം ഒരു ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുകയാണ്. അത് സംഭവിക്കാതിരിക്കത്തില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. അത് ഏത് വിഷയമാണെങ്കിലും ഉടമനരകത ശംഭവരാജകൽക്കനാദി അന്തൽക്കമനപരകതുനി. ഇന്ന് പകൽക്കാലം ആരോടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് അത് ശക്തമായി ആലോചന വിളിച്ചറിയിക്കുന്നു.
ആമേൻ, ഇത്രയും നാൾ ഞാൻ ദൈവത്തെ പ്രാർത്ഥിച്ചു, ഇത്രയും ദൈവത്തെ ഞാൻ ഹൃദയംഗമായി ദൈവനാമത്തെ വചനത്തെ മുറുകെ പിടിച്ചു, എങ്കിലും എൻ്റെ ജീവിതത്തിൽ കഷ്ടതയാണല്ലോ, വേദനയാണല്ലോ, പ്രയാസങ്ങളാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഈ ദൈവത്തെ പഴിക്കുകയാണോ, പിറുപിറുക്കുകയാണോ? കർത്താവിന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു, നിന്റെ ഹൃദയത്തെ ആമേൻ കർത്താവിലേക്കൊന്ന് കൊടുക്കാമോ? കപടതയില്ലാതെ, ആമേൻ, സ്തോത്രം, ആമേൻ, വ്യാജമില്ലാത്ത ഒരു ഹൃദയം, കപടമില്ലാത്തൊരു ഹൃദയം, ആമേൻ, സ്തോത്രം, ദൈവത്തിന് പകൽക്കാലം പ്രവർത്തിപ്പാനുള്ളൊരു ഹൃദയം ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ യെഹെസ്കേൽ പറയുന്നു, ആമേൻ, സ്തോത്രം, കല്ലായ ഹൃദയത്തെ മാറ്റി മാംസമായ ഒരു ഹൃദയത്തെ ഇന്ന് പകൽക്കാലം കൊടുക്കാൻ തയ്യാറാണെങ്കിൽ കർത്താവ് പ്രവർത്തിപ്പാൻ സർവശക്തനാണ്. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയും വലിയ പ്രവൃത്തിയും ഇന്ന് പകൽക്കാലം ആരോടൊക്കെയോ ദൈവം അറിയിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവകുഞ്ഞെ ഇന്ന് പകൽക്കാലം പറയട്ടെ, ആമേൻ, ആമേൻ, അവർ എന്നോട് ചോദിക്കും, പ്രൈസ് ദി ലോർഡ്, അവർ എന്നോട് യഹോവയുടെ വചനം എവിടെ, അത് വരട്ടെ, സ്തോത്രം എന്ന് പറഞ്ഞു. എന്നാൽ 14 വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, യഹോവേ എന്നെ സൗഖ്യമാക്കണമേ, എന്നാൽ ആമേൻ എനിക്ക്, ആമേൻ, സ്തോത്രം, സൗഖ്യം വരും, പ്രൈസ് ദി ലോർഡ്, എന്നെ രക്ഷിക്കണമേ, എന്നാൽ ഞാൻ, ആമേൻ, രക്ഷിക്കപ്പെടും, ആമേൻ, സ്തോത്രം, നീ എൻ്റെ, ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, പുകഴ്ചയല്ലോ എന്നൊക്കെ ആമേൻ ജനം വിളിച്ചു പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ആമേൻ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ജനത സൗഖ്യമില്ലാതെ, ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവരുടെ പ്രത്യാശയെല്ലാം നഷ്ടപ്പെട്ട്, പ്രത്യാശയെല്ലാം ആമേൻ കൊഴിഞ്ഞു പോയതുപോലെ ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞെ നിന്റെ ഈ പ്രാർത്ഥന, നിന്റെ ആരാധന, നീയും ദൈവമായിട്ടുള്ള അകമൊഴിഞ്ഞ ബന്ധം ഇന്ന് പകൽക്കാലം കർത്താവിലേക്കൊന്ന് ഏൽപ്പിച്ചു പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് വലിയ പ്രവൃത്തി ചെയ്യാൻ കഴിയും. ഈ പകലിൽ ആ കർത്താവിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. സർവശക്തൻ്റെ കരങ്ങളിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കും. ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നീയാണ് എന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ കർത്താവിലേക്ക്, കർത്താവേ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, യഹോവേ എന്നെ സൗഖ്യമാക്കണമേ. ആരുടെയൊക്കെയോ ശരീരങ്ങളിൽ ഇന്ന് പകൽക്കാലം സൗഖ്യം വെളിപ്പെടുകയാണ്. സൗഖ്യത്തിൻ്റെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശയോടെ വെളിപ്പെടുന്ന ഒരു പകലാണെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഇരിക്കുന്ന വെളിപ്പെടുത്തിയിരുന്ന കൊണ്ട് കരങ്ങളെ ഉയർത്തി 3 ഹല്ലേലൂയ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിൽ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല പകലിനായി സ്തോത്രം. ദൈവം ജനത്തെ അനുഗ്രഹിക്കണമേ, ദൈവകൃപയിൽ പൊതിയുമാറകണമേ, അത്ഭുതങ്ങളെ ചെയ്യണമേ കർത്താവേ, ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് മറയ്ക്കുമാറകണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം പിന്നെ ചെയ്താട്ട് സൗഖ്യം അയച്ചിരിക്കുക, സ്തോത്രം, യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവാനുഗ്രഹിക്കട്ടെ.